ഹലോ നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിതറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 3D ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ സിസ്റ്റം കരിഞ്ഞില്ല എന്നുള്ളൂ. നല്ല നല്ല ലോഡാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേര് ഇങ്ങനെ പുതിയ വെർഷനൊന്നും അല്ലാണ്ട് പഴയ വെർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു 3D സെറ്റപ്പാണ് കാണിക്കാൻ പോണത്. അതായത് നമുക്ക് ഇപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കം കാണിച്ച പോലെ ഒരു ഫേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു 3D ഡെപ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു തട്ടിപ്പ് മെത്തേഡ്. അതിന് ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയ 3D ഒന്നും വേണ്ട, ചെറിയൊരു മെത്തേഡാണ്, ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഓക്കെ, അങ്ങനെ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ടൊരു മെത്തേഡാണ് കാണിക്കുക കേട്ടോ. നമ്മുടെ പഴയ കോഴ്സ് കിടക്കുന്നുണ്ട് ആഫ്റ്റർ എഫക്ട്സിൻ്റെ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സാണ്. മേടിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, 999, പിന്നെ 499. അങ്ങനെ ചെറിയ പൈസ കിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞ് കാട് കയറി ഇങ്ങനെ പോയിട്ടുണ്ട് ക്ലാസ്സിൽ. അത് കണ്ടവർക്ക് അറിയാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ, പറ്റുന്നവരൊന്ന് കയറി കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പരിപാടി എങ്ങനെ നോക്കാം അല്ലേ. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ്. ഇത് കണ്ടില്ലേ, ചെറിയൊരു 3D ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ തല ഇങ്ങനെ പൊക്കുന്നവിടെ തോന്നുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരിട്ട് ഇങ്ങനെ തല പൊക്കിയാൽ പോരെന്നല്ലേ നിങ്ങളിപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ചെറിയ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇതിൽ വേറെ നമ്മൾക്ക് 3D ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ 3D ഒന്നും ചെയ്യേണ്ട, ചെറിയൊരു തട്ടിപ്പ് ഏർപ്പാടാണ്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഇതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊക്കെ എവിടെ ഇതിൽ നോർമൽ ഇങ്ങനത്തെ ഒരു ഇമേജും വേണം. തൊട്ടിപ്പുറത്ത് ഈ ഒരു സംഭവം കണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ മൂക്കൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പിക്ചർ കാണിച്ചിട്ട് ഈ ഒരു പിക്ചർ കണ്ടില്ലേ, ഈ ഒരു പിക്ചറിൻ്റെ ഇങ്ങനൊരു പിക്ചറും കൊടുത്തിട്ടുണ്ട്, ഒരു ഡെപ്ത് മാപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിന് സംഭവിക്കണം എന്താ വെച്ചാൽ, കുറേ ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, വൈറ്റ് ഈ മൂക്കിൻ്റെ തുമ്പത്തും പിന്നെ ഈ ഷാളിലൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റ് കളർ കാണുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കാണിക്കായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്കും വൈറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഈ ഒരു ഡെപ്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോ കംപ്ലീറ്റ് കാണുക കേട്ടോ. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുമേ, കാണുക കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇത് പ്രൊമോഷൻ സംഭവങ്ങളൊന്നുമില്ല, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. സോഡെപ്ത് എന്നാണോ വായിക്കുക, എനിക്ക് അറിഞ്ഞുകൂടാ. ZOE ഡെപ്ത്, ഇതാണ് സ്പെല്ലിംഗ് വരുന്നത്. സോഡെപ്ത് എന്ന് നമുക്ക് തൽക്കാലം ഇപ്പം വായിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷനിൽ എന്താ വായിക്കണമെന്ന് വെച്ചാൽ വായിച്ചോളൂ. അപ്പോൾ ഓക്കെ, ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, സിമ്പിളായിട്ടുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. 3D ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് 3D ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല, അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അതൊന്നും ആയിരിക്കും കിടക്കുന്നില്ല. ഇവിടെ ഡെപ്ത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഡെപ്ത് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ എൻ്റെ ഈ ഇമേജ് അല്ലെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. മറ്റേ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടില്ലേ, ഈ ഒരു ഇമേജ് ഇത് പെക്സലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതെടുത്ത് ഇവിടേക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടു. പിക്ചേഴ്സ് ഇവിടെ നേരെ താഴെ ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ തന്നെ ഇപ്പുറത്ത് നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു സംഭവം കിട്ടി. വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ആദ്യം തന്നെ പറയാം, പിക്ചേഴ്സ് ഭയങ്കര സൈസുള്ള, അതായത് ക്യാമറയിൽ നിന്നൊക്കെ നേരിട്ടുള്ള ഇമേജൊക്കെ ആണെങ്കിൽ നല്ല സൈസ് വരുന്നുണ്ട്. അത് ചിലപ്പോൾ എറർ കാണിക്കും കേട്ടോ. അപ്പോൾ അഥവാ ക്യാമറ നല്ല ഫോട്ടോസൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോട്ടോഷോപ്പിൽ കൊണ്ടിട്ടൊന്ന് ചെറുതാക്കുക, അല്ലെങ്കിൽ സൈസ് ഇത്തിരി കുറയ്ക്കുന്നതിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഭയങ്കര സൈസുള്ള ഇത് എറർ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ എനിക്ക് അങ്ങനെ തോന്നി, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ട ഇങ്ങനത്തെ ഒരു ഇമേജ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ തൊട്ട് മുകളിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അതിന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ രണ്ടാമത് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ സൈറ്റിൻ്റെ യൂസ്. അത് ചെറിയ യൂസ് അല്ല, വലിയ യൂസ് തന്നെയാണ്. ഈ ഒരു ഇമേജിന് ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഒരു പുതിയ കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുക, Ctrl+N. ഇങ്ങനത്തെ ഒരു കോമ്പോസിഷനാണ് എടുക്കുന്നത്. 1920, 1920 അല്ലെങ്കിൽ 1080, 1080 എങ്ങനെ വെച്ചാൽ ഞാനിപ്പോൾ തോന്നിയ പോലത്തെ ഒരു കോമ്പോസിഷൻ എടുത്തു. ഇതിലേക്ക് പേര് കൃത്യമായിട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമാണ് കൃത്യമായിട്ടുള്ള പേര് കൊടുക്കില്ല എന്നുള്ളത്. അത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യണു, ഫസ്റ്റ് ഈ ഒരു ഇമേജ് ഡ്രാഗ് ചെയ്തിട്ടു. അറിയാലോ, Ctrl+Alt+Shift+H അടിച്ചു കഴിഞ്ഞാൽ അന്ന് ഫിറ്റായിട്ട് വന്നോളും. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഇമേജും കൂടെ വലിച്ചിട്ടു. ഈ ഒരു ഡെപ്ത് അതും കറക്റ്റ് ഫിറ്റാക്കി വെച്ചോളൂ. ഫിറ്റാക്കി വെച്ചില്ലെങ്കിലും പുതിയ വെർഷനിൽ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കുറച്ച് പഴയ വെർഷനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു പോയിന്റ് പറയാനുണ്ട്. ഒന്നുമില്ല, നിങ്ങൾ ഇതിപ്പോൾ കറക്റ്റാണ് നോക്കിയേ, കറക്റ്റ് ഈ ഇമേജിൻ്റെ താഴെ മറ്റേ ഇമേജ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഒപ്പാസിറ്റി കുറച്ച് നോക്കാം അല്ലേ. നോക്കി ഇങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിർത്തിയ ശേഷം
പഴയ വെർഷനൊക്കെ യൂസ് ചെയ്യുന്നവർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രീ കമ്പോസ് ചെയ്തോളാം. ഈ ഒരു ലെയർ Ctrl+Shift+C അടിച്ചിട്ട് ഒന്ന് മൂവ് ഓൾ ആട്രിബ്യൂട്ട് കൊടുത്ത് ഒന്ന് പ്രീ കമ്പോസ് ചെയ്തിട്ട് ഹൈഡ് ചെയ്ത് വെച്ചോളാം. അതിൻ്റെ വിസിബിലിറ്റി വേണ്ട, നമുക്കത് കാണണ്ട. അപ്പോൾ അങ്ങനെ ചെയ്തോളാം കേട്ടോ. ഇതിപ്പം പുതിയ വെർഷനിൽ അങ്ങനെ ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഏത് വെർഷനിലാക്കി ഓർമ്മയില്ല, കുറച്ച് പഴയതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് കുറവുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഒന്നുമില്ല. അപ്പോൾ ഇതിനെ തൽക്കാലം പഴയ വെർഷനാണെങ്കിൽ അങ്ങനെ ചെയ്തോളാം. ഇത് ഞാനൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഇമേജിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ഡിസ്റ്റോർഡിനകത്ത് വരുന്ന, അല്ലെങ്കിൽ എഫക്റ്റിൽ ഇവിടെ പോയിട്ട് എടുത്താലും മതി കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് എന്നുള്ള എഫക്റ്റ് ഇതാ ഈ മെയിൻ ഇമേജിലേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ എഫക്റ്റ് കൺട്രോൾസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ലെയർ ഈ ഭാഗത്ത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ്, ഈ ഒരു ഇമേജ് ഹൈഡ് ചെയ്താണ് വെച്ചിട്ടുള്ളത്, കുഴപ്പമില്ല, അതെടുത്ത് കാണിച്ച് കൊടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് താഴെ കുറച്ച് താഴെ ഇവിടെ കണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ബിഹേവിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പ്രീ കമ്പോസും ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ കുറച്ച് വലുപ്പം കൂടിയോ കുറഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഒരു ഇമേജ് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കിടക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ എങ്ങനെ കിടന്നാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സെൻറ്റർ മാപ്പ് മാറ്റിയിട്ട് സെൻറ്റർ മാപ്പ് മാറ്റിയിട്ട് എന്താണ് സ്ട്രെച്ച് മാപ്പ് ടു ഫിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പിക്ചർ എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. പുതിയ വെർഷനിൽ, പഴയ വെർഷനിലൊക്കെ അത് കറക്റ്റായിട്ട് നിൽക്കണമെന്നുണ്ട് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിങ്ങനെയാണ്, അതൊന്നൊന്ന് ശ്രദ്ധിച്ച് ചെയ്തോളാം. സ്ട്രെച്ച് മാപ്പ് ടു ഫിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെ മാറ്റി വയ്ക്കുക നിങ്ങൾ. കണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ എന്തോ ഒരു മാറ്റം, പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ചെറിയൊരു ഫീൽ അല്ലേ. തൊട്ട് താഴെ ഇവിടെ വെർട്ടിക്കലാണെന്നുണ്ടെങ്കിൽ കണ്ട മുകളിലേക്ക് താഴേക്ക് നോക്കുന്ന പോലെ ചെറിയൊരു ഫീല്. അതൊരു പരിധി കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, അത് കേട് വരികയാണ് ചെയ്യുക. സംഭവിക്കണം ഇവിടെ എന്താ സംഭവിക്കണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഏകദേശം ഒരു ഉദാഹരണം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇവിടെ ഈ ഒരു വൈറ്റ് കളറാണ് ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ മൂക്കിൽ നിൽക്കുന്നത്. അതിനൊരു വെർട്ടിക്കലായിട്ടും ഹൊറിസോണലായിട്ടും മൂവ്മെൻറ്റ് സംഭവിക്കുക. അതായത് വൈറ്റുള്ള ഭാഗങ്ങൾ കൂടുതൽ മൂവ് ആവും, ബ്ലാക്കുള്ള ഭാഗങ്ങൾ കുറച്ച് മൂവ് ആവും എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ നേരെ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഇപ്പോൾ ഗ്രേ ആണെന്നുണ്ടെങ്കിലോ കുറച്ചേ മൂവ് ആവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ നീക്കുമ്പോൾ വൈറ്റ് കൂടുതൽ മൂവ് ആവും, അടുത്ത് കുറച്ച് മൂവ് ആവും. അപ്പോൾ അങ്ങനെ മൂവ് ആകുമ്പോൾ ചെറിയൊരു ഇങ്ങനെ തിരിയുന്നൊരു ഫീല് തോന്നും. മനസ്സിലാവണ്ട? ആ ഒരു ഐഡിയ ആണ് അവിടെ വർക്കൗട്ട് ആവണത്. നല്ല ഐഡിയ അല്ലേ, നല്ല രസമുള്ള പരിപാടിയല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഹൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പോൾ കണ്ട ഞാനിത് ഇങ്ങനെ നീക്കുന്നതിനനുസരിച്ച് കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ മൂവ് ആവണത് മറ്റേ ആ ഒരു തട്ടത്തിൻ്റെ ആ ഒരു പോർഷനാണ്, അവിടെയാണ് കൂടുതൽ വൈറ്റ്. പിന്നെ മൂക്കാണ് അല്ലേ, മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും അല്ലേ. ആ സമയത്ത് നിങ്ങൾ ആ കൊച്ചിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് നോക്കി ആ ഉടുപ്പിൻ്റെ ഭാഗത്ത്, അത് പിന്നെയാണ് തല കഴിഞ്ഞിട്ടാണ് മൂവ് ആവണേ. മനസ്സിലാവണില്ലേ? അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലാക്കി ചെയ്യുക. കണ്ട ആ സമയത്ത് ഇവിടെ ഇത് കേടാവുന്നുണ്ടല്ലോ, ഒരുപാട് കേടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യുക, ഈ പിക്ചറിനെ നമുക്കൊന്ന് സ്കെയിൽ ചെയ്ത് കുറച്ച് കൂടുതൽ സ്കെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇപ്പോൾ ഈ കുട്ടി ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്ന പോലെയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇവിടുന്ന് എങ്ങനെ വെച്ചാൽ. അപ്പോൾ ആദ്യം ഞാൻ കേട് വരാത്ത ഇങ്ങനത്തെ ഒരു ഭാഗത്ത് ഇവിടെ കൊണ്ടുവച്ചു, ഇവിടെ ഒരു കീ കൊടുത്തു, 5 സെക്കൻഡ് മതി. ഇവിടെ വെച്ചിട്ട് ഞാനിതിനെ നേരെ ഇങ്ങോട്ട് ഒരുപാട് വലിയുന്നതിന് മുമ്പ് കണ്ട ഇങ്ങനെ വെച്ചു. പ്ലേ കൊടുക്കുമ്പോൾ തന്നെ നോക്കിയത് അവിടെ നിന്ന് അങ്ങോട്ട് തിരിയുന്ന പോലെ. വേണമെങ്കിൽ ചെറിയൊരു മുകളിലേക്ക് നോക്കുന്നൊരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് താഴെ, ഇവിടെ കുറച്ച് താഴെ വെച്ചിട്ട് ഇവിടെ ഒരു കീ കൊടുത്തു, കുറച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കീ എടുത്തു. ഒരുപാട് വലിക്കണ്ട കേട്ടോ, ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ. അപ്പോൾ കണ്ട ഒന്നൊന്ന് റണ്ടർ ചെയ്ത് നോക്കിയേ. കണ്ട ഫസ്റ്റ് ഒരു പ്രോസസ്സിങ് ഉണ്ട്, ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇല്ലേ? മനസ്സിലാവണ്ട? കണ്ട കറക്റ്റായിട്ട് ഇത്രയും കിട്ടുള്ളൂ കേട്ടോ. ഇത് കൂടുതൽ നിങ്ങൾ 3D വെച്ച് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള 3D കുറച്ചും കൂടെ ലോഡൊക്കെയാണ്. ഇത് ലോഡൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ രസകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഔട്ട് കിട്ടുന്നുണ്ട്. ഈ സംഭവം തന്നെയാണ് ഞാൻ ആദ്യം എൻ്റെ പിക്ചറിലും കാണിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ കണ്ടോ ഒരുപാട് വലിയുന്ന ഫീൽ തോന്നുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം അത് വാല്യൂ കൊടുക്കണം അത്ര കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ ഭാഗത്തൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കി, ഇത് കുറച്ച് മുകളിലേക്ക് നോക്കും പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ ഒരു ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ആരൊക്കെ കംപ്ലീറ്റ് കണ്ടൊരു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കംപ്ലീറ്റ് കാണുന്നവർ കമൻറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല. ഇതിലെനിക്ക് ഡെപ്ത് മാപ്പ് കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കിയത് നേരത്തെ കണ്ടില്ലേ. ഇതിലെൻ്റെ മുഖം ക്ലിയർ അല്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മുഖം അതിനകത്തുണ്ട്,
നോക്ക് കണ്ണ് മൂക്കൊക്കെ ചെറുതായിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ നമുക്കത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ ഇതിനൊന്ന് കർവ് ചെയ്ത് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ ഇപ്പോൾ കണ്ട ഈ പിക്ചറിൽ എനിക്ക് കുറച്ചും കൂടെ ഫേസ് ഒരു മാസ് ഫേസ് കാണിട്ട് നോക്കി നിങ്ങൾ കണ്ട കണ്ണൊക്കെ ആ ഡെപ്ത്തൊക്കെ ഇവിടെ ഇങ്ങനെ കാണിട്ടില്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ പിക്ചറിനെ ഒന്ന് കർവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കർവ് ചെയ്തത് നോർമൽ ഇത് ഇങ്ങനെയായിരുന്നു, ഇതൊന്ന് കർവ് ചെയ്ത് താഴേക്ക് ആക്കിയപ്പോൾ കുറച്ചും കൂടെ ഫേസ് ഒന്ന് റിവീലായി. കാരണം വെച്ചാൽ ആ ബ്ലാക്കിനും വൈറ്റും കൂടെ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു ഞാൻ. കാണുന്നുണ്ടോ? കണ്ട ആ ഒരു ഗ്രേ കളറും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് കർവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഡീറ്റെയിലിങ് കൂടുതൽ കിട്ടിയുള്ളത്. ഇപ്പോൾ നേരത്തെ ഞാനിപ്പോൾ ഇത് ഓഫാക്കി കേട്ടോ, ഇത് ഓഫാക്കിയിട്ട് അതാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു ഇത് കണ്ട, ഇതിപ്പോൾ വെറുതെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തുന്ന പോലെ തോന്നണുള്ളൂ അല്ലേ? അത് ഞാൻ കർവ് ഓണാക്കി ഇടുമ്പോഴുള്ളൊരു വ്യത്യാസം കണ്ട. അപ്പോൾ ശരിക്കും ആ ഒരു ഡെപ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ട്, മനസ്സിലാവണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറയാം വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞു. ഇത് വെറുതെ ഓണാക്കിയിട്ടാൽ പോരാ, നമ്മൾ ഈ എഫക്റ്റ് വന്നില്ലേ, എഫക്റ്റിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് കൊടുത്തില്ലേ, ഇവിടെ നമ്മൾ ആ ഇമേജ് കാണിച്ചു കൊടുത്തില്ല, അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ എഫക്റ്റിന് എന്തെങ്കിലും മാറ്റം, അതായത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെയറിന് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ സോഴ്സ് ആയിരിക്കും കിടക്കുന്നുണ്ടാവും, അപ്പോഴും മാറിയിട്ടുണ്ടാവില്ല കേട്ടോ. സോഴ്സ് മാറ്റിയിട്ട് എഫക്റ്റ് ആൻഡ് മാസ്ക് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഇതിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് മാറിയിട്ടുണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഈ ഒരു രീതിയിൽ കിട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ, കണ്ടില്ല? അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈലിൽ ചെയ്യാം. എളുപ്പമല്ലേ? ഓക്കെ, യെസ്, സിമ്പിളായിട്ടുള്ള മെത്തേഡല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ ഇങ്ങോട്ട് പോരട്ടെ, അതൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ്. നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്താണ്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്യുക. എപ്പോഴും പറഞ്ഞ് ഇവിടം വരെ ഒന്നും എത്തിയിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയും കണ്ടുന്ന ആൾക്കാർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റൊക്കെ ചെയ്താലേ ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഓൺലൈൻ കോഴ്സ് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ കേട്ടോ, നല്ല കോഴ്സാണേ. നിങ്ങൾ ഞാൻ വെറുതെ പറയല്ല, കയറി നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ക്യാമറമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത രവിന്ദ്. താങ്ക് യു. കൂടെ നിന്നാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കേട്ടോ.